ഇവിടെ എന്താ ആളുകൂടി ഇരിക്കുന്നത്? ഈ വീട്ടിലൊരു സ്ത്രീ മരിച്ചു. എന്തു പറ്റിയതാ? എന്തോ കഴിച്ചാന്നാ പറയുന്നത്. നേരം വെളുത്തപ്പോ മരിച്ചു കിടക്കുന്ന കണ്ടത്. ഓ, ആത്മഹത്യയാണല്ലേ? ആയിരിക്കും. SP യുടെ വണ്ടിയാ തോന്നുന്നത്. സാർ, അന്ന് മരണം നടന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോ ആ സംഭവത്തിൽ എന്താ നിങ്ങളുടെ സംശയം? അല്ല സാർ, അങ്ങനെ ഓൾട്ടറേഷൻ ചെയ്തൊരു ബൈക്ക് മുമ്പെങ്ങും ഈ നാട്ടിൽ കണ്ടിട്ടില്ല. അതുവല്ല വഴിപോക്കനായിരിക്കും. സോറി സാർ. ബഷീർ സാർ. എന്താ തന്റെ പേര്? വിനോദ്. വിനോദിനെ സുമേഷിന് അറിയോ? അറിയാം സാർ, എന്റെ റൂംമേറ്റാ. ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കെങ്കിലും വിനോദിനെ ഇതിനു മുമ്പ് കണ്ടു പരിചയമുണ്ടോ? സാർ, ഇപ്പോഴാർക്കെങ്കിലും ഇയാളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? സാർ, ഇയാളാണ് അന്ന് രാവിലെ ബൈക്ക് വന്ന് അന്വേഷിച്ചത്. യെസ്, ഐ നോ. ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ എ കൺഫർമേഷൻ. മരണം നടന്ന ദിവസം തന്റെ സുഹൃത്ത് വിനോദ് എന്തിന് മോഹൻകുമാറിന് വീടിന് മുന്നിൽ വന്നു? എനിക്കറിയില്ല സർ. അമേരിക്കയിലുള്ള രശ്മിയുടെ ഫ്രണ്ട് സുമേഷിന്റെ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് ഇയാളെ സംശയമില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഇയാളെക്കുറിച്ചും ഇയാളുടെ ഓരോ നീക്കത്തെക്കുറിച്ചും ഞങ്ങൾ രഹസ്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ അന്വേഷണം ബാംഗ്ലൂരിലെത്തി. അവിടെ വെച്ചാണ് വിനോദിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നത്. വിനോദിൽ നിന്നാണ് സുമേഷിന് രശ്മിയോടുണ്ടായിരുന്ന പൂർവ്വ വൈരാഗ്യത്തിന്റെ കഥ ഞങ്ങൾ അറിയുന്നത്. അതുപോലെ തന്നെ സുമേഷ് യാത്ര ചെയ്തു എന്ന് അവകാശപ്പെടുന്ന 22-ാം തീയതിയിലെ തൊടുപുഴയ്ക്കുള്ള ടിക്കറ്റിൽ ബാംഗ്ലൂരിൽ നിന്ന് കയറിയത് വിനോദാണെന്നും സുമേഷ് അതിന് 10 ദിവസം മുമ്പ് തന്നെ സ്വന്തം ബൈക്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പോന്നിരുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. തൊടുപുഴയ്ക്കുള്ള ടിക്കറ്റിൽ യാത്ര ചെയ്തിരുന്ന വിനോദ് സ്വന്തം നാടായ പെരുമ്പാവൂരിൽ ഇറങ്ങിയെന്ന് വിനോദ് തന്നെ പറയുന്നു. പക്ഷേ 23-ാം തീയതി രാവിലെയുള്ള 3-ാം നമ്പർ ബസ്സിൽ സുമേഷ് വന്ന് ഇറങ്ങിയെന്നും റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും തൊടുപുഴയിലെ ട്രാവൽ ഏജൻസി തറപ്പിച്ച് പറയുന്നു. ഈ രണ്ട് മൊഴികൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഞങ്ങളൊരു നിഗമനത്തിലെത്തി. കൃത്യം നടത്തിയ ഉദ്ദേശം 12 മണിക്ക് സുമേഷ് മോഹൻകുമാറിന്റെ വീട്ടിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പുറപ്പെടുന്നു. പെരുമ്പാവൂരിലെത്തിയ സുമേഷ് വിനോദ് പോലും അറിയാതെ വിനോദ് വന്നിറങ്ങിയ അതേ ബസ്സിൽ കയറുന്നു, തൊടുപുഴയിൽ ഇറങ്ങുന്നു. താനാ അഭയം പ്രാപിച്ചു. പോട്ടടാ, വിട്ട് കളഞ്ഞേക്ക്. അവള് പോയെങ്ക പോട്ടെ. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ലോകത്ത് ഒരു പെണ്ണിനെ നമ്പരുത്. എല്ലാം തകർന്നതിനെ പോലെ ഞാനിവിടെ ഇരിക്കുമ്പോ അവളൊരു മന്ത്രിപത്നിയായി ഞെളിഞ്ഞു നടക്കുന്നത് ഞാൻ കാണണ്ടടാ. നിനക്കത് സഹിക്കാൻ വയ്യെങ്കിൽ നീ അവളെ അങ്ങ് തട്ടിയേക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്റെ വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. വിനോദ് അത് തമാശയായി പറഞ്ഞാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നു.